പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. സർ, ഞാൻ ഈ ബഡ്ജറ്റിനെ എതിർക്കുകയാണ്. സർ, അങ്ങ് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഞാൻ ആ പുസ്തകം ഇങ്ങനെ വായിച്ചു. ആ വായിച്ചതിൽ ആദ്യം തന്നെ എഴുതി വച്ചിരിക്കുന്നത് രൂക്ഷമായ ധനഞെരുക്കത്തിൻ്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നാണ്. സർ, കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നു എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ധനമന്ത്രി അത് പറഞ്ഞതും എഴുതിയതുമൊക്കെ. സർ, സാമ്പത്തിക പ്രതിസന്ധി നിന്ന് കരകയറി എന്ന് പറയുന്ന ആ മന്ത്രിക്ക് തന്നെ ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ ഒരു വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്ന് പറയാനോ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കേരളം പ്രതീക്ഷയോട് കാത്തിരുന്ന ക്ഷേമ പെൻഷനിൽ ഒരു 100 രൂപ പോലും കൂട്ടാൻ കഴിഞ്ഞില്ല എന്നത് വളരെ വ്യക്തമായും ബോധ്യമാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കം ഒരു തരത്തിലും അതിജീവിച്ചിട്ടില്ല എന്നതിന് വളരെ വ്യക്തമായ തെളിവാണ് നമുക്കറിയാം. സർ, സാമ്പത്തിക വികസന രംഗത്ത് കേരളം പ്രതിസന്ധിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. സർ, കേരളത്തിൽ ഇന്നത്തെ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ 25-നും 39-നും വയസ്സിനിടയ്ക്കുള്ള 10 ലക്ഷം സ്ത്രീകൾ ജോലിയില്ലാതെ തൊഴിലില്ലാതെ ഈ കേരളത്തിൽ നിൽക്കുന്നുണ്ട്. സർ, അതേ പ്രായത്തിൽ തന്നെയുള്ള 3-4 ലക്ഷം യുവാക്കൾ ഈ കേരളത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആളുകൾ, തൊഴിലില്ലാത്ത ആളുകൾ കേരളത്തിൽ നിൽക്കുകയാണ്. സർ, അവരോടൊന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിലും ഈ വികസന നയമില്ലാത്ത പ്രവർത്തനങ്ങളിലും കേരളം ഒരു ടേക്ക് ഓഫ് ആണോ നടത്തിയത് എന്ന് ചോദിച്ചാൽ അത് ടേക്ക് ഓഫ് അല്ല, ഏറ്റവും വലിയൊരു ക്രാഷ് ലാൻഡിംഗ് ആണ് നടത്തിയത് ധനകാര്യമന്ത്രിയും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റും എന്ന് വളരെ വ്യക്തമായും ഈ ആളുകളൊക്കെ പറയും എന്നതാണ് സാമ്പത്തിക രംഗത്തെ ഇപ്പോൾ തന്നെ വസ്തുത. സർ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ, എല്ലാ ബഡ്ജറ്റിൻ്റെ കാലഘട്ടങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ് പിന്നെന്താണ് കുട്ടനാട് പാക്കേജ്, വയനാട് പാക്കേജ്, ഇപ്പോൾ വിഴിഞ്ഞം പാക്കേജ്, അങ്ങനെ ഒരുപാട് പാക്കേജുകൾ നിരന്തരമായി ആ പാക്കേജുകൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു എന്നതിനപ്പുറത്ത് അത് നടപ്പിലാക്കുന്നുണ്ടോ, അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്ത് എന്ന് പറയാൻ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇവാലുവേഷൻ നടത്തി അതൊന്ന് ഈ കേരളത്തോട് പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമാണ്. സർ, ആ പാക്കേജിൻ്റെ ഒപ്പം കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ മൃഗ പ്രയാസത്തിൽ നിന്ന് അവരുടെ ആക്രമണത്തിന് രക്ഷപ്പെടുത്താൻ കേരളത്തിന് ഒരു വന്യമൃഗ പാക്കേജ് കൂടി അതിൻ്റെ ഭാഗമായി ഉണ്ടാക്കുന്നതായിരിക്കും കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് നല്ലത് എന്ന് തോന്നുകയാണ്. സർ, അതോടൊപ്പം തന്നെ കേരളത്തിലെ ഈ സന്ദർഭത്തിൽ കേരളത്തിൽ ഇങ്ങനെ ഈ പാക്കേജുകളുണ്ടാക്കി ഇപ്പോൾ പുതിയ പാക്കേജ് ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായും പല പാക്കേജുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർ, ആ പാക്കേജിൻ്റെ കൂട്ടത്തിൽ അത് പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇടതുപക്ഷ മുന്നണിയും ബഹുമാനനായ ധനമന്ത്രിയും അത് പ്രഖ്യാപിച്ചതെങ്കിൽ കേരളം 2026 കേരള ജനത ഇടതുപക്ഷ നിർമ്മാർജ്ജന പാക്കേജ്, നിരാകരണ പാക്കേജ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് നിങ്ങളെ ഈ കേരളത്തിൻ്റെ ഭരണരംഗത്ത് നിന്ന് പുറത്തേക്ക് കളയാൻ എന്നതാണ് കേരളം കാണാൻ പോകുന്ന ഒരു കാഴ്ച എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, എല്ലാം കഴിഞ്ഞ കാലങ്ങളിലെ ആവർത്തനങ്ങളാണ്. ഇവിടെ മാത്യു അടക്കമുള്ള ഒരുപടിയേറെ ആളുകൾ അതൊക്കെ ഇവിടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായും പറഞ്ഞു. സർ, ബഹുമാനനായ ധനമന്ത്രി അദ്ദേഹം കൊല്ലത്ത് നിന്ന് ഒരുപാടേറെ കാര്യങ്ങൾ കൊല്ലത്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞ ആ ധനമന്ത്രി അദ്ദേഹം കൊല്ലത്ത് പോലും അങ്ങ് പറഞ്ഞ കൊല്ലം പുനലൂർ ഇൻഡസ്ട്രിയൽ ട്രയാങ്കിൾ പദ്ധതി കഴിഞ്ഞ ബഡ്ജറ്റും പ്രഖ്യാപിച്ചതാണ്. കഴിഞ്ഞ ബഡ്ജറ്റിലും ഇതുപോലെ പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ആ പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും ഒന്നല്ല കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഒരു കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. കിഫ്ബിയുടെ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെ ഇവിടുത്തെ അടിയന്തര പ്രമേയത്തിലൂടെ വളരെ വ്യക്തമായും കിഫ്ബിയിൽ എന്താണ് നടക്കുന്നതെന്നും എന്താണ് കേരളത്തിലെ പ്രതിസന്ധികളെന്നും വളരെ വ്യക്തമായും പറഞ്ഞു. സർ, എൻ്റെ മണ്ഡലത്തിൽ തന്നെയുള്ള വളാഞ്ചേരിയിൽ 2018-19 അനുവദിച്ചിരുന്ന വളാഞ്ചേരിയിലെ മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടത്തിന് വേണ്ടി ഉണ്ടാക്കിയ 15 കോടി രൂപയുടെ പദ്ധതിക്ക് ഈ നിമിഷം വരെ അതിനനുകൂലമായ ഒരു തീരുമാനമെടുക്കാനോ AS നൽകാനോ സാധിക്കാത്ത വിധം കിഫ്ബി അത് ഇന്നും ഇഴഞ്ഞു നീങ്ങുകയാണ് എന്നതിന് ഇതിനപ്പുറം യാതൊരു തെളിവും പറയേണ്ടതില്ല. എല്ലാ MLA-മാർക്കും ഇത് പറയാൻ കഴിയും. സർ, കഴിഞ്ഞ വർഷത്തിൽ അങ്ങ് പറഞ്ഞതിൽ നിന്നൊക്കെ ഒരു പ്ലാൻ B ഉണ്ടാക്കിയാണ് പിന്നീട് പോയത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുക, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ വേറൊരു പ്ലാൻ B ഉണ്ടാക്കുക, എന്നിട്ട് പഞ്ചായത്തുകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഒക്കെ കൊടുത്ത ഫണ്ടിൽ നിന്ന് കുറക്കുക, ആ ഒരു പ്രവർത്തനങ്ങളിലൂടെ അങ്ങ് പോകുന്നത്. സർ, ഈ കഴിഞ്ഞ വെട്ടിക്കുറക്കുകൾ നടത്തിയ ഘട്ടത്തിൽ പഞ്ചായത്തുകൾക്ക് ലഭിക്കേണ്ടുന്ന 3ാം ഘട്ട ഗഡു പോലും കൊടുക്കാൻ ഇതുവരെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതിനപ്പുറത്ത് ഏകദേശം 746.3
3 കോടിയിൽ നിന്ന് 30.99 കോടി രൂപ മാത്രം, അഥവാ 40% മാത്രമാണ് ഈ കാലഘട്ടത്തിനിടക്ക് അങ്ങ് പ്രഖ്യാപിച്ച ഈ ബഡ്ജറ്റിന്റെ കാലഘട്ടങ്ങളിൽ ചെലവഴിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഇത്രയും കൂടി നടക്കാൻ കഴിയാത്ത വിധം കേരളത്തെ സാമ്പത്തിക ഞെരുത്തലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ധനസ്ഥിതിയാണ് കേരളത്തിലുള്ളത് എന്ന് വളരെ വ്യക്തമാണ് സർ. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഗ്രാൻഡിന്റെ 13,362 ബില്ലുകൾ ഇപ്പോഴും ട്രഷറിയിൽ കെട്ടിക്കിടക്കുകയാണ്. അത് പണം കൊടുത്തിട്ടില്ല ഇതുവരെയും. കേരളത്തിലെ പഞ്ചായത്തുകൾക്ക് അനുവദിച്ച മെയിൻ്റനൻസ് ഗ്രാൻഡുകൾ അത് അനുവദിച്ചത് പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടി പ്രവൃത്തി നടത്തി ബില്ലുകൾ ട്രഷറിയിൽ 13,000-ലധികം ബില്ലുകൾ ട്രഷറിയിൽ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ പോലുമുണ്ട് സർ. പൊതുപരീക്ഷയ്ക്കായി കുട്ടികളിൽ നിന്ന് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കും SSLC പരീക്ഷയ്ക്കും ഒക്കെ പൊതുപരീക്ഷയിൽ നിന്ന് കുട്ടികളിൽ നിന്ന് ഫീസ് വാങ്ങാറുണ്ട് സർ. ആ ഫീസ് വാങ്ങിയിട്ടാണ് അതൊക്കെ നടത്താറുള്ളത്. എന്നിട്ടും പരീക്ഷകൾക്കായി ചെലവിന് സ്കൂളുകളുടെ PD അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാൻ പറയുന്ന ഒരു സന്ദർഭം ഈ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ആ പണമെടുക്കണമെന്ന് പറയുമ്പോൾ കേരളത്തിലെ മൂല്യനിർണ്ണയ പ്രതിഫലത്തിനായി 44 കോടി രൂപ അധ്യാപകർക്ക് ഈ നിമിഷവും കൊടുക്കാൻ ബാക്കിയുണ്ട് എന്നതാണ് വസ്തുത സർ. ആയിരക്കണക്കിന് അധ്യാപകർക്ക് നിയമനാംഗീകാരം ലഭിച്ചിട്ടില്ല. അതിലേറെ ആളുകൾക്ക് ശമ്പളം ലഭിക്കാനുണ്ട്. പ്രീ പ്രൈമറി മേഖലയിൽ പഠിപ്പിക്കുന്ന സാധാരണക്കാരായ അധ്യാപകർക്ക് അവരുടെ സ്ത്രീകൾക്ക് ഇതുവരെ ശമ്പളം ആവശ്യത്തിന് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും ആ തരത്തിൽ വളരെ പരിതാപകരമായ അവസ്ഥയാണുള്ളത് സർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ ഒരു ഹബ്ബാക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് സർ. ഒന്നും നടക്കുന്നില്ല എന്ന് പ്രിയപ്പെട്ട മാത്യു കുഴൽനാടൻ്റെ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു സർ. ആയിരക്കണക്കിന് കുട്ടികൾ നാട് വിടുന്ന ഒരവസ്ഥയുണ്ട്. അവരൊക്കെ നാട്ടിൽ വിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്നൊരവസ്ഥയിൽ അവരവിടെ പോയി താമസിക്കുകയും അവരുടെ രക്ഷിതാക്കന്മാരെ അങ്ങോട്ട് കൊണ്ടുപോവുകയും അവരവിടെ തന്നെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ്. കേരളം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും കേരളത്തിന് വലിയ നാശം വരാനിരിക്കുന്ന ഒരു പ്രയാസത്തിലേക്കാണ് കേരളം പോകുന്നത് ആ മേഖലയിൽ എന്ന് നമുക്കറിയാം സർ. ഇത് പരിഹരിക്കുന്നതിന് പകരം കേരളത്തിലെ ബഹുമാനനായ ധനമന്ത്രി എന്താണ് ഇപ്പോൾ പറഞ്ഞത്? കേരളത്തിലെ ധനകാര്യമന്ത്രി പറഞ്ഞത് ഈ രക്ഷിതാക്കന്മാരൊക്കെ പോയ ഒഴിഞ്ഞ വീടുകൾ നാളെ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ പറ്റാവുന്ന ഒരു കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്നാണ്. കത്തുന്നയിടത്ത് കഴുക്കോലൂരിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു നിലപാടാണ് ധനകാര്യമന്ത്രിയുടേത് എന്ന് പറയാതിരിക്കാൻ വയ്യ സർ. ആ ഒരു രൂപത്തിൽ ആണ് കേരളത്തെ ഈ വിദ്യാഭ്യാസ മന്ത്രിയും ധനകാര്യമന്ത്രിയും മറ്റും ഈ ബഡ്ജറ്റിലൂടെ കൊണ്ടുപോകുന്നത് സർ. ഒരു കാര്യം കൂടി, സർവകലാശാല അധ്യാപകർക്ക് UGC നൽകേണ്ടുന്ന 1,500 കോടി രൂപ 7ാം ശമ്പള കമ്മീഷന്റെ ഭാഗമായി ലഭിക്കേണ്ടതുണ്ടായിരുന്നു സർ. ആ 1,500 കോടി രൂപക്ക് ആവശ്യമായ പ്രപ്പോസലുകൾ ധനകാര്യമന്ത്രിയും അല്ലെങ്കിൽ കേരള ഗവൺമെന്റും സംസ്ഥാന സർക്കാരിലെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിലേക്ക് പ്രപ്പോസലുകൾ കൃത്യമായി നൽകാത്തതിന്റെ ഫലമായി ഈ 1,500 കോടി രൂപ നഷ്ടമാകുകയും 7ാം ശമ്പള കമ്മീഷന്റെ ഭാഗമായി കേരളത്തിലെ അധ്യാപകർക്ക് കിട്ടേണ്ടുന്ന ആ ശമ്പളം നഷ്ടപ്പെടുകയും ചെയ്തൊരവസ്ഥ ഈ കേരളത്തിലുണ്ടായിട്ടുണ്ട് സർ. ഉന്നത വിദ്യാഭ്യാസം പിന്നെ ഏത് തരത്തിലൂടെ നന്നാകും എന്നാണ് പ്രിയപ്പെട്ട ധനകാര്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ മനസ്സിലാക്കുന്നതെന്ന് ഞങ്ങൾക്ക് തെളിയുന്നുണ്ട് സർ. ഇടതുപക്ഷ സർക്കാരിന്റെ സാമ്പത്തിക കാഴ്ചപ്പാടില്ലാത്തതിന്റെ പ്രധാന ഘടനാപരമായ പ്രശ്നങ്ങൾ ഒന്നിവിടെ കുറഞ്ഞ വരുമാനമാണ്, കുറഞ്ഞ സമ്പാദ്യമാണ്, നിക്ഷേപമില്ലായ്മയാണ്, അതുപോലെ തന്നെ കുറഞ്ഞ തൊഴിലവസരങ്ങളാണ്, സാമ്പത്തിക നയരാഹിത്യമാണ്, സാമ്പത്തിക കെടുകാര്യസ്ഥയാണ് സർ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമിതാഭ് സെന്നിന്റെ An Uncertain Glory of India and Its Contradiction എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ വളരെ വ്യക്തമായും ജനാധിപത്യത്തെക്കുറിച്ചും മതനിരപേക്ഷതയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകത്തിൽ തന്നെ ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി അഴിമതിയില്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റുകൾക്ക് രാജ്യത്തിൻ്റെ വികസനവുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് വളരെ വ്യക്തമായി അമൃതാ സെൻ പറഞ്ഞിട്ടുണ്ട്. ഈ കേരളത്തിലെ ഗുവറി അടക്കമുള്ള അഴിമതികളുടെ വല്ലാത്ത പ്രയാസങ്ങൾ നേരിടുമ്പോൾ കേരളത്തിൻ്റെ വികസനത്തെ ഈ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടും അതിനനുസൃതമായി ഒരു ധനകാര്യ മാനേജ്മെന്റ് ഉണ്ടാക്കാൻ കഴിയാത്ത ആ ബഡ്ജറ്റിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടും ഈ ബഡ്ജറ്റിനെ ഞാൻ എതിർക്കുകയാണ് സർ.